നമസ്കാരം. ജീവിതത്തിൽ പല സാഹചര്യങ്ങളിൽ കൂടിയും കടന്ന് പോകുന്നതാണ്. ഈ സാഹചര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ സ്വന്തം തീരുമാനമാകാം. അത്തരം സിറ്റുവേഷനിൽ കൂടി കടന്ന് പോകുന്നത്, എന്നാൽ ചിലപ്പോൾ മറ്റുള്ളവർ കാരണമാണ്. അത് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ആകാം. അത്തരത്തിൽ മറ്റുള്ളവരാൽ ഇപ്പോൾ ജീവിതത്തിൽ പല കാര്യങ്ങളും അഭിമുഖീകരിക്കുന്നവരാണ് നിങ്ങൾ, ഫേസ് ചെയ്യുന്നവർ തന്നെയാണ് നിങ്ങൾ. ഇത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ, അതായത് ഭഗവാൻ പറയുന്നതായ ഈ സന്ദേശം അറിഞ്ഞില്ല എങ്കിൽ അത് നിലനിൽപ്പിനെ തന്നെ ബാധിക്കും എന്നുള്ളതാണ്. അത്തരത്തിൽ ഒരു സന്ദേശമാണ് ഇന്നത്തേത്. ഇതൊരു ജനറൽ റീഡിംഗ് തന്നെയാകുന്നു. അതിനാൽ നിങ്ങളുമായും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായി മാച്ച് ആവാത്തതായ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപേക്ഷിക്കാവുന്നതാണ്. മാച്ച് ആകുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ സ്വീകരിക്കുക, അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുക. ഇനി ഇന്നത്തെ ഭഗവാന്റെ പ്രപഞ്ച ശക്തിയുടെ സന്ദേശത്തെ കുറിച്ച് മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം ഓം നമ ശിവായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദേവതയുടെ നാമം, നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയുടെ നാമം കമന്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുക. നാളെ നടത്തുന്ന വിശേഷാൽ ദേവി പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യം രേഖപ്പെടുത്തുന്ന 100 പേരെ പൂജയുടെ ഭാഗമാക്കുന്നതാണ്. ഒരു കുടുംബത്തിൽ നിന്നും ഒരംഗത്തിന്റെ പേര് രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഒരു കുടുംബത്തിൽ നിന്നും ഒരംഗത്തിന്റെ പേര് മാത്രം രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ചുറ്റും കുറേയധികം ആൾക്കാർ ഉള്ളതായി കാണുന്നു. നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്നവരും എന്നാൽ ചിലർ നിങ്ങളുടെ വളർച്ചയിൽ അസൂയപ്പെടുന്നവരുമാണ്. ഇവർ ഒരു മുഖം മൂടി ധരിച്ചുകൊണ്ടാണ് നിങ്ങളോടൊപ്പം, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത ആളായി, അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം നല്ലത് വരണം എന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരാളാകാം. അതായത് ചിരിച്ച മുഖവും മനസ്സിൽ നിറയെ നെഗറ്റീവായ ചിന്തകളുമായി, നിങ്ങളുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട് നെഗറ്റീവ് ചിന്തകളുമായി നിങ്ങളോടൊപ്പം പലരും നിൽക്കുന്നു എന്ന കാണുവാൻ സാധിക്കുന്നു. അത്തരത്തിലൊരു എനർജിയാണ് ഇവിടെ കാണുവാൻ സാധിച്ചിട്ടുള്ളത്. ഏവരും നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് പറയുകയാണ് എങ്കിൽ നിങ്ങൾക്ക് പല വിധത്തിലും സ്ട്രഗിളുകൾ, അത്തരത്തിലൊരു ഫേസ് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളവരാണ്. എന്നാൽ ഇപ്പോൾ അവയ്ക്ക് മാറ്റങ്ങൾ കടന്നു വരുന്നു, അഥവാ തുടങ്ങിയിരിക്കുന്നു എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മഫലത്താൽ നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുവാൻ ഉള്ള സമയം തന്നെയാകുന്നു. ഇതിനാൽ തന്നെ നിങ്ങളുടെ ഉയർച്ചയ്ക്ക് തടസ്സമായി എന്ത് തന്നെ വന്നാലും നിങ്ങളുടെ ജീവിതത്തെ അത് വലിയ രീതിയിൽ തന്നെ ബാധിക്കുന്നതാണ്. നിങ്ങളുടെ കഠിനമായ പ്രയത്നങ്ങൾക്ക് ഫലം കണ്ടു തുടങ്ങും എന്ന് തന്നെയാണ് സന്ദേശത്തിലൂടെ ഇവിടെ കാണുവാനായി സാധിക്കുന്നത്. എന്നാൽ മുൻപ് പറഞ്ഞതുപോലെ നിങ്ങളുടെ ഒപ്പമുള്ള വ്യക്തികളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. പലരും ചിരിച്ച മുഖത്തോടുകൂടി ചതിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സാഹചര്യം ഇവിടെ കാണുന്നു. അവർ നിങ്ങളുടെ അടുത്ത വ്യക്തികൾ തന്നെ ആകണം എന്നില്ല, മറ്റു വ്യക്തികളുമാകാം. അതിനാൽ ഇവരെ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും അവരെ ഉറപ്പായും അല്പം ഡിസ്റ്റൻസ്, ഒരല്പം അകലം പാലിച്ച് നിർത്തുന്നതാണ് ഏറ്റവും ശുഭകരം. അതല്ല എങ്കിൽ നിങ്ങൾ വിചാരിച്ചതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കണം എന്നില്ല. അതിനാൽ ഇവരെ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എങ്കിൽ നീക്കി നിർത്തേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരുപാട് നിങ്ങൾ വിഷമിക്കേണ്ടതായി വരും എന്ന് തന്നെ അർത്ഥമാക്കാം. ജീവിതത്തിൽ എനിക്ക് മാത്രം എന്തുകൊണ്ട് ഇപ്രകാരം സംഭവിക്കുന്നു എന്ന് നിങ്ങൾ പലവട്ടം ചിന്തിച്ചിട്ടുള്ള വ്യക്തികൾ തന്നെയാണ്. നിങ്ങൾക്ക് കഴിവുകൾ ഉണ്ടായിരുന്നിട്ടും കഠിനമായ പ്രയത്നങ്ങൾ ചെയ്തിട്ടും നിങ്ങൾ ആഗ്രഹിച്ചതായ ഫലം ലഭിക്കാത്തതായ അവസ്ഥ, തൊഴിൽ രംഗത്താണ് എങ്കിൽ നിങ്ങൾ ചെയ്യുന്നതായ കാര്യം മറ്റുള്ളവർ ചിലപ്പോൾ നിങ്ങളെക്കാൾ വേഗത്തിൽ ചെയ്ത് പ്രശംസ നേടുന്നതായി നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം. എന്നാൽ അതിലെല്ലാം ഒരു മാറ്റം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇനി ജീവിതത്തിൽ അർഹമായ സ്ഥാനം, ആദരവ് ലഭിക്കുന്ന സമയം തന്നെയാണ് മുന്നോട്ട് കടന്നു വരുന്നത്. നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ നിങ്ങളിലേക്ക് വന്ന് ചേരുന്ന
ഒരു സമയം തന്നെ ആഗതമാകുന്നു. പുതിയ തുടക്കം ആഗ്രഹിക്കുന്നവർക്ക് പാസ്റ്റ് ലൈഫിലെ പല കാര്യങ്ങളും ഇല്ലാതെ സന്തോഷത്തോടെ പുതിയ ജീവിതത്തിലേക്ക്, പുതിയ കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുന്നു എന്നാണ്, അഥവാ പുതിയ ജീവിതത്തിലേക്ക് കാൽ വയ്ക്കുവാൻ സാധിക്കുന്നതാണ്. ഇത് നിങ്ങളിൽ നിറയുന്ന ഈശ്വരാനുഗ്രഹത്താൽ കൂടിയാകുന്നു. കഷ്ടകാല സമയത്ത് പലരും നിങ്ങൾക്ക് സപ്പോർട്ടായി നിന്നിട്ടുണ്ടാകാം. മറ്റുള്ളവർ മുഖം തിരിച്ചപ്പോൾ ഇവർ താങ്ങായി നിന്നിട്ടുമുണ്ടാകാം. എന്നാൽ നിങ്ങൾക്ക് അവരെക്കാൾ സൗഭാഗ്യം അല്ലെങ്കിൽ ഉയർച്ച വന്ന് ചേരുന്നതിൽ അവർക്ക് ഒട്ടും താല്പര്യം ഉണ്ടാകണം എന്നില്ല. ഇത്തരത്തിൽ പല ആളുകളും നിങ്ങൾക്ക് ചുറ്റിലുമുണ്ട് എന്ന് തന്നെയാണ് ഭഗവാൻ പരാമർശിച്ചിട്ടുള്ളത്. ഇവർ എപ്പോഴും അവരുടെ താഴെ നിങ്ങൾ നിൽക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഇതിനാൽ നിങ്ങളുടെ സൗഭാഗ്യങ്ങൾ അവർ നിങ്ങളിൽ നിന്നും പല വിധത്തിൽ അകറ്റിക്കളയും, അല്ലെങ്കിൽ തട്ടിത്തെറിപ്പിച്ചു കളയും എന്നുള്ളതാണ്. നിങ്ങളുടെ വളർച്ചയ്ക്ക് ബാലൻസ് ഉണ്ടാകുന്നു എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ നിങ്ങൾ അല്പം കൂടി ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. അതല്ല എങ്കിൽ അവർ മൂലം ഇത്തരം ബാലൻസ് നിങ്ങൾക്ക് നഷ്ടപ്പെടുകയും ബ്ലോക്ക് ഉണ്ടാകുന്നതിന് കാരണമായി തീരുകയും ചെയ്യും. ഇനി നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന കാര്യമാണ് എങ്കിലും, അതായത് ആഗ്രഹങ്ങളും മുന്നോട്ടുള്ള പ്രവൃത്തിയും നിങ്ങൾ രഹസ്യമായി തന്നെ വയ്ക്കണം എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. ശരിയെന്ന് തോന്നുന്നത് നിങ്ങൾ ചെയ്യുക. അത് ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായി തീരും എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള വ്യക്തികൾ, സുഹൃത്തുക്കൾ, കോ വർക്കേഴ്സ്, കുടുംബത്തിലുള്ളവർ ആകാം. അതായത് ഇത്തരം വ്യക്തികൾ പല വ്യക്തികളുമായി ബന്ധപ്പെട്ടും നിങ്ങളോടൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ്. അത് സുഹൃത്തുക്കളാകാം, നിങ്ങൾ വളരെ വിശ്വസിക്കുന്നതോ അല്ലെങ്കിൽ അല്പം അകലം പാലിക്കുന്നതായ സുഹൃത്താകാം, കോ വർക്കേഴ്സ് ആകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രമേൽ അടുപ്പമുള്ള കുടുംബത്തിലെ ഒരംഗമാകാം, അല്ലെങ്കിൽ ബന്ധുവാകാം. അതിനാൽ ഇത്തരം കാര്യങ്ങളിൽ അല്പം ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങളുടെ ദുഃഖങ്ങളിൽ, വിഷമതകളിൽ സന്തോഷം കണ്ടെത്തുന്നവർ ആണിവർ. അതിനാൽ തന്നെ നിങ്ങളിലേക്ക് കടന്നു വരുന്നത് ഉയർച്ചയാണ് എങ്കിലും, സന്തോഷമാണ് എങ്കിലും അവർ അതിനെ സമ്മതിക്കില്ല എന്നുള്ളതാണ്. നിങ്ങളെ ഇവർ കുറ്റപ്പെടുത്താനും നിരുത്സാഹപ്പെടുത്താനും ഒളിഞ്ഞും തെളിഞ്ഞും ഉണ്ടാകും എന്നുള്ളതാണ്. ഈ സമയം എന്തെങ്കിലും നഷ്ടങ്ങൾ നേരിടുകയാണ് എങ്കിൽ എങ്ങനെ, എന്തുകൊണ്ട് എന്ന് നന്നായി നിങ്ങൾ വിശകലനം ചെയ്യേണ്ടത് ഏറ്റവും അനിവാര്യമാണ്. എന്നാൽ മാത്രമേ നിങ്ങളെ വഴി തെറ്റിക്കുന്നവർ കൂടെയുള്ളവരിൽ ആരാണ് എന്ന് തിരിച്ചറിയുവാൻ സാധിക്കൂ. ജീവിതത്തിൽ എന്ത് തീരുമാനം എടുക്കുമ്പോഴും നന്നായി ചിന്തിച്ച് ഉറച്ച ബോധ്യത്തോടെ മാത്രം തീരുമാനങ്ങൾ നിങ്ങൾ കൈക്കൊള്ളണം. അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ തിരിച്ചടികൾ, നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇപ്രകാരം സംഭവിച്ചു എന്ന് ചിന്തിക്കുന്നതിന് മുൻപ് തന്നെ പല തിരിച്ചടികളും ജീവിതത്തിൽ സംഭവിക്കാം. പലരും നിങ്ങളുടെ ഒപ്പമുണ്ട് എന്ന് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും എന്നാൽ പിന്നീട് അവർ ഇല്ല എന്ന ബോധ്യം നിങ്ങൾക്ക് വന്ന് ചേരുകയും ചെയ്യാം. അത്തരത്തിൽ സംഭവിക്കുകയോ സംഭവിക്കാനുള്ള സാധ്യതകളോ വളരെ കൂടുതലാണ് എന്നും അർത്ഥമാക്കാം. ഈശ്വരാനുഗ്രഹം നിങ്ങളിൽ നിറയുന്നു എന്ന് കാണുന്നു. എങ്കിലും ഒളിഞ്ഞിരിക്കുന്ന ആപത്തുകളെ നിങ്ങൾ കണ്ടില്ല എന്ന് ഒരിക്കലും നടിക്കുവാൻ പാടുള്ളതല്ല. മറ്റുള്ളവർ എന്തു തന്നെ പറഞ്ഞാലും അതെല്ലാം ചെവി കൊള്ളുക എന്നതാണ്. അതായത് എന്നാൽ നിങ്ങൾ നിങ്ങളുടെ കർമ്മങ്ങളിൽ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യാൻ പാടുള്ളതല്ല. കൃത്യമായി തന്നെ ചെയ്യേണ്ടതായ കാര്യങ്ങൾ അത് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് അർഹതപ്പെട്ടതായ ഫലം ജീവിതത്തിൽ ലഭിക്കും എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. അത് കൃത്യമായി തന്നെ നിങ്ങൾ വിനിയോഗിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഭഗവാൻ നിങ്ങളുടെ വിഷമങ്ങൾക്കും ദുഃഖങ്ങൾക്കുമുള്ള പരിഹാരം നിങ്ങൾക്ക് നൽകും. അഥവാ ഭഗവാൻ നിങ്ങളുടെ ദുഃഖങ്ങളും വിഷമതകളും അറിയുന്നു എന്നാണ് പരാമർശിക്കുവാൻ സാധിക്കുന്നത്. അതിനാൽ തന്നെ നല്ല നാളുകൾക്കായി യൂണിവേഴ്സ് അല്ലെങ്കിൽ ഭഗവാൻ അത്തരത്തിലൊരു സാഹചര്യം നിങ്ങൾക്ക് ഒരുക്കുന്നു എന്നുള്ളതാണ്.
പുതിയ അവസരങ്ങൾ, പുതിയ വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നും കാണുവാൻ സാധിക്കുന്നു. അപ്രതീക്ഷിതമായി അത്തരത്തിൽ ചില വ്യക്തികളുടെ കടന്നുവരവ് കാണുവാൻ സാധിച്ചിട്ടുണ്ട്. അവർ കടന്നു വരികയോ അല്ലെങ്കിൽ കടന്നു വരാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. സാമ്പത്തികപരമായ ഉയർച്ചയും അഭിവൃദ്ധിയും ഇവരിലൂടെയും നിങ്ങൾക്ക് വന്നു ചേരും എന്നും കാണുന്നു. അതായത് ഇവരുമായി ബന്ധപ്പെട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ ചില കാര്യങ്ങൾ കടന്നു വരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. ഭാഗ്യം തെളിയുന്നതായ സാഹചര്യമാണ് നിങ്ങളിലേക്ക് കടന്ന് വരുന്നത് എന്നും കാണുവാൻ സാധിക്കുന്നു. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, ആരെയും പെട്ടെന്ന് കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് പല കാര്യങ്ങൾ കൊണ്ടും അത് ബോധ്യമായിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ സംഭവിച്ചതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായ കാര്യങ്ങളും പല ഓർമ്മപ്പെടുത്തലാണ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ അതെല്ലാം നിങ്ങൾ തീർച്ചയായും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുവാനായി ശ്രമിക്കുന്നവർ തന്നെയാകുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി നിങ്ങളെ കൈവിടില്ല എന്നുള്ളതാണ്. അത് പല സന്ദർഭങ്ങൾ കൊണ്ടും നിങ്ങൾക്ക് ബോധ്യമായിട്ടുള്ള കാര്യമാണ്. ഒന്ന് ഇരുത്തി ചിന്തിച്ചാൽ ഏവർക്കും അത് മനസ്സിലാകും എന്നുള്ളതാണ്. തീർച്ചയായും ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. ആ പ്രാർത്ഥനകൾ, നിങ്ങളുടെ വിഷമങ്ങൾ എല്ലാം ഭഗവാൻ നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി കേൾക്കുന്നു, കാണുന്നു എന്നുള്ളതാണ്.